മാസപ്പടി കേസിൽ CMRLുമായി ഒത്തുകളിച്ച് സംസ്ഥാന സർക്കാർ. CMRL എക്സാലോജി ദുരൂഹ ഇടപാടിൽ കേസെടുക്കാതെ നീട്ടുകയാണ് പോലീസ്. ഇടപാടിൽ FIR രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ED സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നു. CMRLനെതിരെ ED അന്വേഷണം മുറുകുമ്പോഴാണ് അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള നീക്കം. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 66(2) വകുപ്പ് പ്രകാരമായിരുന്നു ED അന്വേഷണത്തിലേക്ക് കടന്നത്. വഞ്ചനയും ഗൂഢാലോചനയും അടക്കമുള്ള കുറ്റങ്ങൾ കണ്ടെത്തിയ ED ഇത് പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിരുന്നത്. കഴിഞ്ഞ മാർച്ച് 27-നാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ആദ്യം കത്ത് നൽകിയത്. ഏപ്രിൽ 10-ന് വീണ്ടും കത്ത് നൽകിയെങ്കിലും ഇതുവരെ കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ ED അന്വേഷണം നടക്കുന്നത് തടയാനാണ് കേസെടുക്കുന്നത് വൈകിപ്പിക്കുന്നത്. 2 തവണ കത്ത് നൽകിയിട്ടും പോലീസ് കേസെടുക്കാത്തത് EDയും ഗൗരവമായാണ് കാണുന്നത്. CMRLന്റെ കള്ളക്കണക്കുകളിലെ 103 കോടി രൂപ എങ്ങനെ ചെലവഴിക്കപ്പെട്ടു എന്നതിലേക്ക് കൂടി ED അന്വേഷണം വ്യാപിക്കുമ്പോഴാണ് സർക്കാരിന്റെ പ്രതിരോധ നീക്കങ്ങൾ. ഇല്ലാത്ത ചെലവുകളുടെ പേരിൽ CMRL 103 കോടി രൂപയുടെ കള്ളക്കണക്ക് കാണിച്ചെന്നായിരുന്നു ROCയുടെ തൽസ്ഥിതി റിപ്പോർട്ട്. കണക്കുകളിൽ കാണിച്ച പണം യഥാർത്ഥത്തിൽ ആരിലേക്ക് എത്തിയെന്നാണ് കണ്ടെത്തേണ്ടത്. കള്ളക്കണക്കുകളിലെ ഫണ്ടുകൾ എന്തിനെല്ലാം മാറ്റിയെന്നും വ്യക്തമാകണം. 2012, 2013 മുതൽ 2018, 2019 വരെ മാലിന്യ നീക്കൽ, ഗതാഗത ചെലവിനങ്ങളിലാണ് കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയത്. നൽകാത്ത IT സേവനത്തിന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് 1,72 ലക്ഷം രൂപ നൽകിയതിൽ നിലവിൽ ED അന്വേഷണം പുരോഗമിക്കുകയാണ്. CMRL MD, ഫിനാൻസ് ഉദ്യോഗസ്ഥർ എന്നിവരെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.